ഞാൻ ഫോണ് അദ്ദേഹത്തിന് കൈമാറാണ്. അദ്ദേഹം ഇതിൽ നോക്കി നിങ്ങൾ പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു വർഷമായി എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അത് കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 റേഡിയേഷനും 6 കീമയും ഇതിനിടയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ചെയ്ത് 9.5 mm വീക്കം ഉണ്ടായിരുന്നു. ലെൻസിലാണ് വന്നത്. അപ്പോൾ ഈ 6 കീമയും 20 റേഡിയേഷനും ചെയ്തിട്ട് 5.5 mm എനിക്ക് മാറിക്കിട്ടി. പോയിട്ട് 4 mm അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 3 മാസം ഇനി ട്രീറ്റ്മെന്റ് ഇല്ല, ഇനി 3 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പോക്ക് ഞാൻ പോകുമ്പോൾ ഈ 4 പോയിന്റ് വീക്കം എൻ്റെ ആ ലെൻസിന്റെ പുറത്തുണ്ടായിരുന്നു. അത് മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മാറാൻ സാധ്യതയില്ലെങ്കിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന്റെ 2 മാസത്തിന് മുമ്പേ ഈ മരുന്നിനെ പറ്റി, ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇങ്ങനെ കേട്ടായിരുന്നു. നമ്മളെ ഭാര്യന്റെ ഏട്ടത്തിന്റെ മകളെ കൊണ്ടുപോയ കപ്പാടാണ്. ആ പിയാപ്പിളന്റെ പെങ്ങളുടെ മോനാണ് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു ബോട്ടിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ മാർച്ച് 8-ാം തീയതിയാണ് എൻ്റെ ട്രീറ്റ്മെന്റ് ചെക്കപ്പ് ചെയ്യേണ്ടത്. ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ്. അപ്പോൾ മാർച്ച് 13-നാണ് എൻ്റെ മോന്റെ കല്യാണം. കല്യാണത്തിനൊന്നും ഞാൻ കിടപ്പിൽ തന്നെയായിരുന്നു. കല്യാണത്തിനൊന്നും കൂടാനുള്ള ഒരു സാഹചര്യം എനിക്കില്ലായി വന്നതായിരുന്നു. അപ്പം ഫെബ്രുവരി 8-നാണ് കല്യാണം. അതിന്റെ 8-നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. മാർച്ച് 8-നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അതിന്റെ ഈ മരുന്ന് അതിന്റെ 2 ആഴ്ചക്ക് മുമ്പ് ഈ മരുന്ന് ഞാൻ കഴിക്കലുണ്ടായിരുന്നു. ഈ മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 4 mm മാറി. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വളരെ നോർമലാണ്, ഇനി കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഈ മരുന്ന് 3 മാസമായി തുടരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ മരുന്ന് കൊണ്ട് വളരെ ഗുണമാണ്. എന്റെ ശരീരത്തിൽ എനർജി ഉണ്ട്, രോഗങ്ങൾ മാറിക്കിട്ടി. പിന്നെ ഇനി ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ ഏത് രോഗികളും ഇതേപോലെ ക്യാൻസർ പേഷ്യന്റോ മറ്റു ഏത് രോഗത്തിനും പറ്റിയൊരു മരുന്നാണിത്. ഈ മരുന്ന് കഴിച്ച് എനിക്ക് വന്നൊരു ഗുണത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. എന്റെ ശരീരത്തിന് അത്രയും എനർജി ഇപ്പം എനിക്ക് ഈ മരുന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇതുകൊണ്ട് എനിക്കിത് കഴിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു മാറ്റം വന്ന് ഇനിയുള്ള ഏത് രോഗികളും ഇത് കഴിക്കുക, ഇത് വാങ്ങുക, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് മരുന്നാണ്. ഈ മരുന്ന് കഴിക്കുന്നത്. അപ്പോ ഇതാണ് സംഗതി. അപ്പോ ഏതൊരാളും നമ്മളത് ഈ ഇതൊരു പോഷകാഹാരമാണ്, അപ്പൊ നമുക്ക് ഭക്ഷണത്തിനായിട്ട് വിറ്റാമിനും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഒരുമിച്ച് കിട്ടുകയാണെന്ന് പറഞ്ഞാലും ഏതൊരു വ്യക്തിയും രോഗം മാറുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രൊഡക്റ്റിന് മരുന്ന് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാണാണ്. നമ്മളെല്ലാവരോടും പറയാറുണ്ട്, ഇത് മരുന്നല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് എന്ന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിലും ഏതൊരു വ്യക്തികളും അവരുടെ രോഗം മാറുമ്പോൾ ഇതിനൊരു മാന്ത്രിക മരുന്നായിട്ട് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ആ ഒരു തെളിവാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അവരോട് നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോഴും നിങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, ഇപ്പോഴും ഈ മരുന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസമായി തുടർച്ച കഴിക്കുന്നത്. അപ്പോൾ ഇനി എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഈ മരുന്ന് കഴിക്കും. അതാണ് എന്റെ മരുന്നിൽ നിന്ന് എനിക്ക് അത്രയും വിശ്വാസം കിട്ടിയിട്ടുണ്ട്. ഐപ്പിൾസിനെ മരുന്ന് എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറും ഒരു പോഷകാഹാരമാണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഇതിനെ മരുന്ന് എന്ന് തന്നെയാണ് പറയുന്നത്. മാറ്റി പറയാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതുകൊണ്ട് നല്ലൊരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ പിന്നെയും ഇത് തന്നെ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഏത് രോഗികളുണ്ടെങ്കിലും ഈ മരുന്ന് നിങ്ങൾ കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. ഏത് മാറാത്ത രോഗവും ഈ മരുന്ന് കൊണ്ട് മാറും. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത്, നമുക്ക് എവിടുന്ന് കിട്ടുന്നോ അവിടുന്ന് നമുക്ക് വാങ്ങാം. ആരെടുത്തുനിന്ന് കിട്ടുന്നു ആരെടുത്തുനിന്ന് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.